എല്ലാവർക്കും നമസ്കാരം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം പുഷ്പവാരി പരിപൂർണ്ണലോചനം മരുതിം നമതരാക്ഷസന്തകം. ശ്രീമദ് വാത്മീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 20-ാം സർഗമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചതുർദശ രാക്ഷസവധം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. ശൂർപ്പണഖ സീതയെയും സോദരന്മാരെയും പറ്റി ഖരദൂഷണ ത്രിശിരാദികളായ ആ രാക്ഷസന്മാരോട് പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ്. സീതാലക്ഷ്മണ സമേതം പർണശാലയിൽ വസിക്കുന്ന വളരെ ശക്തനായ ആ രാമനെ ഈ ശൂർപ്പണഖയോടുകൂടി എത്തിയ ആ രാക്ഷസന്മാർ കണ്ടു. വന്നിരിക്കുന്ന ആ രാക്ഷസന്മാരെയും അവളെയും കണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, സ്വല്പസമയം സീതയുടെ സമീപം നിലകൊള്ളുക. ഈ ശൂർപ്പണഖയുടെ പിന്നാലെ എത്തിയിരിക്കുന്ന ഇവയുടെ കഥ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ധർമാവായ രാമൻ തൻ്റെ സ്വർണ്ണാലങ്കൃതമായ വലിയ വില്ലെടുത്ത് ഞാണേറ്റിക്കൊണ്ട് ആ രാക്ഷസന്മാരോട് പറഞ്ഞു, ദശരഥപുത്രന്മാരും സഹോദരന്മാരുമായ രാമലക്ഷ്മണന്മാരാണ് ഞങ്ങൾ. സീതാസമേതം ഈ ദുർഗമമായ ദണ്ഡകവനത്തിൽ വന്നിരിക്കുകയാണ്. ഫലമൂലാശികളും ധർമ്മിഷ്ഠരും താപസരും ബ്രഹ്മചാരികളുമായി ഈ ദണ്ഡകാലത്തിൽ വാഴുന്ന ഞങ്ങളെ നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ദ്രോഹികളും പാപികളുമായ നിങ്ങളെ പോരിൽ കൊല്ലാൻ ഋഷിമാരുടെ നിയോഗപ്രകാരം ഞാൻ അമ്പും വില്ലുമേന്തി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി അവിടെ നിൽക്കുകയും പിന്തിരിഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ പ്രാണനിൽ കൊതിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോവാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരും കുപിതരായി ആ ബ്രാഹ്മണന്മാരെയൊക്കെ കൊല്ലുന്നവരായ ശൂലപാണികളായ 14 പേരെ വളരെ ദേഷ്യത്തോടുകൂടി തുടുത്ത കണ്ണുകളോടുകൂടി ചുവന്ന കണ്ണുകളോടുകൂടി പരുഷമായി ആ മധുരഭാഷിയായ രാമനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ നാഥനും മഹാത്മാവുമായ ഖരനെ കോപിപ്പിച്ചിട്ട് നീ ഇപ്പോൾ പോരിൽ പ്രാണൻ വിടിയും. പോർക്കളത്തിൽ പലർക്കും മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് കെൽപ്പെവിടെ? എന്നിട്ട് വേണ്ടേ യുദ്ധത്തിൻ്റെ കാര്യം? ഈ കൈകൾ പ്രയോഗിച്ച് പരിഖ ശൂല പട്ടിശങ്ങളോട് നീ നിൻ്റെ വീര്യവും വില്ലും പ്രാണനും വിടിയും എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കലികേറിയ ആ രാക്ഷസന്മാർ 14 പേരും വാളും ശൂലങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് രാമൻ്റെ നേർക്ക് ഓടിയെത്തി എന്ന് പറയാണ്. ആ ശൂലങ്ങൾ അവർ ആ രാമൻ്റെ നേരെ എറിഞ്ഞു. രാമൻ ആ 14 ശൂലങ്ങളെയും തൻ്റെ ഒറ്റ അമ്പുകൊണ്ട് തന്നെ മുറിച്ച് താഴെ വിട്ടു എന്ന് പറയാണ്. അതിനുശേഷം അത്യന്തം കോപത്തോടുകൂടി സൂര്യനെപ്പോലെ തിളങ്ങുന്ന 14 ശരങ്ങളെടുത്ത് അവർക്ക് നേരെ തൊടുത്തു. എപ്രകാരമാണോ ഇന്ദ്രൻ വജ്രം പ്രയോഗിച്ചത് അതുപോലെ ആ 14 ശരങ്ങളും ആ രാക്ഷസന്മാരുടെ നേർക്ക് പാഞ്ഞു ചെന്നു. അത് വേഗത്തിൽ തന്നെ രാക്ഷസന്മാരുടെ മാറുകളെ പിളർന്ന് ചോരയിൽ മുങ്ങി എന്ന് പറയുന്നു. ചിതൽപുറ്റിൽ നിന്ന് പാമ്പുകൾ എന്ന പോലെ അവർ നിലത്തു വീണു എന്ന് പറയുന്നു. അമ്പേറ്റ് നെഞ്ച് തുളഞ്ഞ് ചോരയിൽ കുളിച്ച് വികൃതരായി പ്രാണനറ്റ് വേരറ്റ മരം പോലെ അവർ മണ്ണിൽ വീണു. അവർ മണ്ണിൽ വീണത് കണ്ട് ആ ശൂർപ്പണഖ കുപിതയച്ചിരുന്നു. അല്പമൊന്ന് ഉണങ്ങിത്തുടങ്ങിയ ചോരയോടുകൂടി അത്തയായ അവൾ പശയൊലിക്കുന്ന ഇന്തൽ പോലെ വീണ്ടും ഖരൻ്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു എന്ന് പറയുകയാണ്. ശോകാർത്തയായ അവൾ ആ സഹോദരൻ്റെ സമക്ഷം അലമുറയിട്ട് കരഞ്ഞു. മുഖം വാടി അവൾ തേങ്ങി കരഞ്ഞു. തൻ്റെ രാക്ഷസപ്പടം മുഴുവൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് ശൂർപ്പണഖ ആ ഖരനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ 20-ാം സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.